ഇത് പക്ഷേ ഈ ചാനലിലൂടെ ആയിരിക്കും കേരളത്തിൽ ആദ്യമായിട്ട് പുറത്തു പോകാൻ പോകുന്നത്. ഭരണഘടനയെ തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഐ വിൽ ലീവ് മൈ ഫാദർ ലാൻഡ് നോട്ട് ലെസ് ബട്ട് ഗ്രേറ്റർ ആൻഡ് ബെറ്റർ ദാൻ വെൻ ഐ റിസീവ്ഡ് ഇറ്റ്. ഇന്നേ വരെ ഒരു മനുഷ്യനോട് പിരിവ് മേടിക്കാത്തൊരു സംഘടനയാണ് ആദരം സാധനം. പൈസ ഇല്ലാതെ വന്നപ്പോഴേക്ക് വീട്ടിൽ നിന്നൊക്കെ ഔട്ടായി. കാരണം സാമ്പത്തികം ഇല്ലാതെ ഈ പറഞ്ഞ 6 അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മാറ്റമുണ്ടാകും. ഞാൻ MLA ആയാൽ അല്ലെ പ്രതിഫലം മേടിക്കില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കും ഭയം തോന്നും. കാരണം ഞാനൊരു ഗാന്ധിയൻ ആശയത്തെ അടിയുറച്ച് ചെയ്യുക. എനിക്കിത് ഓർമ്മ വരുന്നത് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ്. നമസ്കാരം, ബിസിനസ് മൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ അതിഥി OC വക്കച്ചൻ. കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നേരെ വക്കച്ചനിലേക്ക് തന്നെ സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. ഒരുപാട് കേട്ടിട്ടുണ്ട്, വ്യവസായി, ഗാന്ധിയൻ, അതിലുപരി ചാരിറ്റിയാണ്, ജീവകാരുണ്യമാണ് തൻ്റെ രാഷ്ട്രീയമെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിലവിലുള്ള എല്ലാ വ്യവസ്ഥകൾക്കും എതിരെ വെല്ലുവിളിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു വ്യക്തിത്വമാണ്. എന്താണ് താങ്കളുടെ രാഷ്ട്രീയം? എൻ്റെ രാഷ്ട്രീയം ജീവകാരുണ്യമാണ്. കാരണം കഴിഞ്ഞ 74 വർഷക്കാലം മാറി മാറി ഭരിച്ച എല്ലാ ഗവൺമെൻറ്റും ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഗവൺമെൻറ് ഈ ലോകത്തിൽ ഒരിക്കലും അവസാനത്തെ വേണ്ടി എടുത്തു കളഞ്ഞു. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളത് എടുത്തു കളഞ്ഞു. ഭരണഘടനയെ തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഐ വിൽ ലീവ് മൈ ഫാദർ ലാൻഡ് നോട്ട് ലെസ് ബട്ട് ഗ്രേറ്റർ ആൻഡ് ബെറ്റർ ദാൻ വെൻ ഐ റിസീവ്ഡ് ഇറ്റ്. ഐ വിൽ ലിസൺ ടു ദ വൈസ് ഡിസിഷൻസ് ഓഫ് ദ ജഡ്ജസ്. ഐ വിൽ ഒബേ ദ ലോ. ഐ വിൽ നോട്ട് ഗിവ് ഇറ്റ് ടു എനി മാൻ who disobeys laws. I will stop him either by myself or with the help of others. I will honor the temples of my fathers. Let the gods be my witness. This what is meaning better? Better എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ നാടിനെ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അതിനേക്കാൾ നല്ല രീതിയിൽ പ്രശസ്തമാക്കാൻ ശ്രമിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഭരണപക്ഷം പറയുന്നു, പ്രതിപക്ഷവും പറയുന്നു. രണ്ടുപേരും ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഭരണപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം 3.5 കോടി ജനങ്ങൾ അല്ലെങ്കിൽ 130 കോടി ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടി എന്നാണ് പറയുന്നത്. റൈറ്റ്സ് എന്ന് വെച്ചാൽ അവകാശം, ഡ്യൂട്ടി എന്ന് വെച്ചാൽ കടമയാണ്. തങ്ങളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചു എന്ന ആത്മസംതൃപ്തിയോടുകൂടി പറയുന്നതിനായിരിക്കും. അത് 140 കോടി ജനങ്ങൾക്ക് ഗുണകരമാവുകയും വേണം. എങ്കിൽ മാത്രമേ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഞാൻ പറഞ്ഞ ആപ്തവാക്യത്തിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുകയുള്ളൂ. ആ ആപ്തവാക്യത്തിൻ്റെ അർത്ഥത്തിൽ തുടക്കം മുതൽ തന്നെ പാളിച്ച സംഭവിച്ചു. കാരണം ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കുന്നത് ഒരു MP ആകണം എങ്കിൽ അദ്ദേഹം ബൂത്ത് കമ്മിറ്റി ഉണ്ടാകണം. ഇപ്പോൾ LDFനും ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്താണ്. LDFനെ സംബന്ധിച്ചിടത്തോളം ബ്രാഞ്ചാണ് സംവിധാനം. ഇവിടെ ഇലക്ഷന് ജയിക്കാൻ വേണ്ടി മാത്രമേ ഇവർ വരുന്നുള്ളൂ. ഒരു നിയമസഭയിൽ, പാർലമെൻറ്റിൽ, രാജ്യസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കണമെങ്കിൽ ആദ്യം അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ബൂത്തിലാണ്. അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടക്കാതെ അങ്ങനെ 74 വർഷമായിട്ട് അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. ആദ്യമായി ചർച്ചയ്ക്ക് വേണ്ടി ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നതാണ് OC വക്കച്ചൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കി. കാരണം 64% ടാക്സ് പെട്രോളിന്. ഇന്ന് 40 രൂപയുടെ പെട്രോളിൻ്റെ പ്യൂരിഫൈങ് ചാർജ് കൂടി കൂട്ടിയാൽ 45 വന്നാൽ ബാക്കി കാശ് ടാക്സാണ്. അത് 32% പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് മേടിക്കുന്നു, 32% സെൻട്രൽ ഗവൺമെൻറ് മേടിക്കുന്നു. ഈ ടാക്സ് മേടിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കിയപ്പോൾ അങ്ങനെ 540 MP മാർ, 140 കോടി ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇവിടെ നിന്ന് വോട്ട് മേടിച്ച് ജയിച്ചു പോയി. അവിടെ പോയി ജനങ്ങൾക്കെതിരായിട്ടാണ് വിധി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. ശരിയല്ലേ? അപ്പോൾ അത് മാത്രമല്ല, തീർന്നില്ല. ആ ജനങ്ങൾ അറിയാതെ ചെയ്തത് തെറ്റല്ലേ? ജനങ്ങൾ അറിഞ്ഞാൽ സമ്മതിക്കുമോ? സാധാരണ നിയമം അനുസരിച്ച് ബൂത്ത് കമ്മിറ്റിയുടെ മെറിറ്റുണ്ട്. അവിടെ ബ്രാഞ്ച്, ആ ബൂത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി, കൺവീനർ, ട്രഷറർ അല്ലെങ്കിൽ പ്രസിഡൻറ്റ് വെച്ചിട്ട് ഒരു മെറിറ്റ്സ് തയ്യാറാക്കി ഈ നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവർ പഠിപ്പിച്ച് മനസ്സിലാക്കി ഇവർ നേരെ മുകളിലേക്ക് അയച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഡിമെറിറ്റ്സും മെറിറ്റ്സുകളും ചർച്ച ചെയ്ത് അതിനകത്ത് ഇത് മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് ചർച്ച ചെയ്ത് പാസ്സാക്കി അതിൻ്റെ മെറിറ്റ്സ് നമ്മൾ തയ്യാറാക്കി വയ്ക്കും. എപ്പോഴും ഉണ്ടാകും. ആ വെച്ചിട്ട് അത് മണ്ഡലം കമ്മിറ്റികൾ കൊടുത്ത് ബ്ലോക്ക് കമ്മിറ്റി ചർച്ച ചെയ്യും. അവിടെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് അത് പാർട്ടിയുടെ ഭരണഘടന. അതിനാണ് നമ്മൾ വോട്ട് വിപ്പ് കൊടുക്കുന്നത്. ഒരു നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് വിപ്പ് കൊടുക്കും. ആ വിപ്പിൽ സ്റ്റേറ്റിലാണ് അല്ല സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുമ്പോൾ ആ വിപ്പ് കൊടുക്കുന്ന ആൾ വോട്ട് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളുടെ അംഗീകാരം കിട്ടിയെന്ന് ഉറപ്പുവരുത്താനാണ് ആ വിപ്പ്. ആ വിപ്പ് അനുസരിച്ച് അത് പറയും പോലെ ചെയ്യണം. പക്ഷേ ഇവിടെ ഇതൊന്നും ഇല്ലല്ലോ, ചെയ്യുന്നില്ല. പറഞ്ഞു മനസ്സിലായി? നിലവിലുള്ള സംവിധാനം അതിൻ്റെ വേണ്ടത്ര ആ നിലയിലല്ല, ജനാധിപത്യ സംവിധാനം അതിൻ്റെ നിലയിലല്ല പോകുന്നത്. അവരൊരിക്കലും പോകണില്ല, ഇപ്പോൾ പോയിട്ടില്ല. കാരണം എങ്കിൽ ഇപ്പോൾ സാറ് ഞാനും ടാക്സ് അടയ്ക്കുന്നതല്ലേ, ഇവിടെ ഒരു വിഭാഗത്തിന് ടാക്സ് അടയ്ക്കണ്ട. ആർക്കൊക്കെയാ? MP ക്ക്
MP ആകണവരാണ് സാധാരണക്കാർ. MP ആയി അല്ലെങ്കിൽ MLA ആയി മന്ത്രിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ഒന്നും വേണ്ട. അവർക്ക് വൈദ്യുതി ഫ്രീ, വെള്ളം ഫ്രീ, ഭക്ഷണം ഫ്രീ, പാർപ്പിടം ഫ്രീ, പിന്നെ സ്റ്റാഫ് ഫ്രീ, പിന്നെ പെട്രോൾ ഫ്രീ, പിന്നെ അവരുടെ എല്ലാം ഫ്രീ. അവന് 2 കോടി രൂപ ഒരു വിദേശത്ത് പോയി അറിയുന്നത് അത് ഫ്രീ. അതുകൂടാതെ പിന്നെ ഏതെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ഏത് ലോകത്തിൽ എവിടെ വേണമെങ്കിലും അവർ ചികിത്സിക്കും. ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും നല്ല ഭരണവർഗം മേലാളന്മാരും ഇത് അവർക്ക് മാത്രമായി ആർക്ക് വേണ്ടി അവർ തിരഞ്ഞെടുക്കപ്പെട്ട് വിട്ടു, ആര് വോട്ട് ചെയ്ത് അവർക്ക് കിട്ടും, അവർക്കെതിരായിട്ടുള്ളത് പഴയ ഫ്യൂഡലിസം വേറെ രീതിയിൽ വന്നിരിക്കുന്നു എന്ന് മാത്രം. അതായത് 140 കോടി ജനങ്ങളിപ്പോൾ കുടിയാന്മാരും ഇവർ പ്രഭുക്കന്മാരുമായി മാറി എന്ന വ്യവസ്ഥ. ഈ വ്യവസ്ഥിതിയാണ് ആദരം സ്വാതന്ത്ര്യം ചാരിറ്റി ട്രസ്റ്റ് എതിർക്കുന്നത്. ഞാൻ പറയുന്നത് എന്താ, ജീവകാരുണ്യമാണ് രാഷ്ട്രീയം. ഈ ആദരം സ്വാതന്ത്ര്യം ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി ആദരം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പിന്നെ ഇന്നേ വരെ ഒരു മനുഷ്യരോട് പിരിവ് മേടിക്കാത്തൊരു സംഘടനയാണ് ആദരം സ്വാതന്ത്ര്യം. 25 വർഷമായി ഇത്, 21 വർഷം 22 എങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇതെന്ന് വെച്ചാൽ ആദരം എന്ന് പറഞ്ഞാൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രശസ്തരായവർ, പിന്നെ അതുപോലെ തന്നെ പിന്നെ SSLC +2 ഫുൾ A+ കിട്ടിയവർ, പിന്നെ IAS കിട്ടിയവർ, IPS കിട്ടിയവർ, സാമൂഹ്യ സാംസ്കാരിക കലാ കായിക മേഖലകളിൽ മികവ് തെളിയിച്ചവർ, ഇവരെ ഏറ്റവും നല്ലവരെ, ഏറ്റവും പൊതുസമൂഹത്തിന് ഐക്യപ്പെട്ടവർ. ഇവർ പാവപ്പെട്ടവരാകുമ്പോൾ അവരാരും അംഗീകരിക്കാതെ വന്നപ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് കണ്ട് നമ്മൾ സ്വയം ഏറ്റെടുത്ത് അവർ സമൂഹത്തിൻ്റെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഉപയോഗിച്ച് അവരെ ആദരിക്കുന്നവരുമാണ്. അതാണ് ആദരം. സാന്ത്വനം എന്ന് പറഞ്ഞാൽ നിരാലംബർ, രോഗികൾ, ആരുമില്ലാത്തവർ. നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ കാലം കൊണ്ടാണ് ഇതൊക്കെ വന്നത്. കാരണം ഒരു നല്ല കോൺസ്റ്റിറ്റ്യൂഷനാണ്, നല്ല ഭരണാധികാരികൾ ഭരിക്കുന്ന രാജ്യത്ത് ഒരിക്കലും രോഗികളുണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നാടിൻ്റെ നന്മയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട എന്തൊക്കെയാണ്, ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടാകും, അതുപോലെ പോലീസ് സെക്ഷൻ. ഇവിടെ രണ്ടും കറക്റ്റായാൽ എല്ലായിടത്തും കറക്റ്റാകും. പക്ഷേ ഇവിടെ എല്ലാം അധികാരത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവരെ തട്ടിയിട്ട് ഒരു മറ്റു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് കൊള്ള നടത്തുന്നവരായി നമ്മുടെ നാട് മാറുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഈ ആദരം സ്വാതന്ത്ര്യം ചാരിറ്റബിൾ ട്രസ്റ്റ്, ആ ചാരിറ്റബിൾ ട്രസ്റ്റ് താങ്കൾ ഒറ്റയ്ക്കാണ് നയിച്ചുകൊണ്ട് പോകുന്നത്. അതെ. അപ്പം താങ്കളുടെ ഈ ആശയവുമായി ബന്ധപ്പെടുത്തി മറ്റ് ആൾക്കാരെ ഒന്നും കൂട്ടി ഒരു മൂവ്മെൻറ്റ്സിന് വേണ്ടി ശ്രമിച്ചിട്ടില്ലേ? ഉണ്ട്, മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ. എൻ്റെ നാട്ടിൽ നല്ല മൂവ്മെൻറ്റ്സാണ്. കാരണം ഞാൻ ഇലക്ഷൻ മത്സരിച്ചയാളാണ്. ഞാൻ ഇലക്ഷൻ മത്സരിച്ചിട്ട് നല്ല കിട്ടും. അതായത് 3 ഭൂരിപക്ഷം എൻ്റെ പഞ്ചായത്തിൽ എനിക്ക് കിട്ടിയതാണ്. പക്ഷെ ഞാൻ എണ്ണാൻ പോലും പോയില്ല. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഗാന്ധിയനായ ഒരാളാണ്, ഞാൻ ഇലക്ഷനിൽ മത്സരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. മത്സരിച്ച് വേറെ ഒന്നിനും വേണ്ടി ആയിരുന്നില്ല. അവിടെ ജയിക്കാനോ ജയിച്ചിത്ര ആൾക്കാരാകാനല്ല, ഞാൻ ചെയ്യുന്ന സർവീസിനെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി, LDF, UDF, BJP നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഞാൻ മത്സരിച്ചത്. ഞാൻ ജയിച്ച് MLA MP ആകാൻ എനിക്ക് വേണേൽ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ചേർന്നാൽ മതി. സോക്രട്ടീസും ഗാന്ധിജിയുമാണ് താങ്കളുടെ ആദർശ പുരുഷന്മാരെന്ന് ഇവിടെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഗാന്ധിജിയും സോക്രട്ടീസിനെ എങ്ങനെയാണ് ബന്ധപ്പെടുത്തി ആ ലൈൻ തിരഞ്ഞെടുക്കാൻ? അതായത് പിന്നെ താങ്കളുടെ ജീവിതത്തിന്റെ ഫിലോസഫി എന്ന് പറയുന്നത് ഗാന്ധിയൻ ഫിലോസഫി. അതായത് സോക്രട്ടീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ സോക്രട്ടീസ്. ഞാൻ നേരത്തെ പറഞ്ഞു അതായത് പിന്നെ സോക്രട്ടീസ് 18 വയസ്സായാലും അന്ന് ആദർശിൻ്റെ ഒരു നിയമമാണ് രാജ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ സർവീസ് ചെയ്തിരിക്കണമെന്നുള്ളത് അവിടുത്തെ നിയമമാണ്. അപ്പോൾ സൈന്യത്തിൽ പ്രവർത്തിച്ചിരിക്കണം. അങ്ങനെ അരിസ്റ്റോട്ടൽ, പ്ലേറ്റോ, സോക്രട്ടീസൊക്കെ കൂടി തീകാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹം അന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതേ ശബ്ദം അദ്ദേഹം ചോദിച്ചു ചില്ലെന്ന്. അപ്പം അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരായ പ്ലേറ്റോടും മറ്റുള്ളവരോടും ചോദിച്ചു, പിന്നെ നമ്മുടെ രാജ്യത്തോട് ചെയ്ത ശബ്ദം എന്ന് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബെറ്റർ ദാൻ വെനൈസ്ഡ്, അത് ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അതിനേക്കാൾ നല്ല രീതിയിൽ രാജ്യത്തെ പ്രശസ്തമാക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഐ വിൽ ലീവ് മൈ ഫാദർലാൻഡ് നോട്ട് ലെസ് ബട്ട് ഗ്രേറ്റർ ആൻഡ് ബെറ്റർ ദാൻ വെനൈസ്ഡ്. ഞാൻ വന്ന് ചാർജ് എടുക്കുമ്പോൾ എങ്ങനെയാണോ അതിനേക്കാൾ എൻ്റെ രാജ്യത്തെ ഞാൻ പ്രശസ്തമാക്കാൻ ശ്രമിക്കും. ഗാന്ധിജിയുടെ കാര്യത്തിലേക്ക് പറയട്ടെ. അപ്പോൾ ഇതിനകത്ത് വന്നപ്പോഴേക്കും സോക്രട്ടീസ് ചോദിച്ചു വാട്ട് ഇസ് മീനിങ് ഓഫ് ബെറ്റർ. അപ്പോൾ സോക്രട്ടീസ് അരിസ്റ്റോട്ടലോട് ചോദിച്ചു, മറ്റുള്ളവരോട് ചോദിച്ചു വാട്ട് ഇസ് മീനിങ് ഓഫ് ബെറ്റർ എന്താണ് ബെറ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദ സിറ്റി വുഡ് ബി ബെറ്റർ വെൻ ഇറ്റ് വുഡ് ബി സ്ട്രോങ്ങർ ആൻഡ് മോർ പവർഫുൾ ആൻഡ് വെൻ ഇറ്റ് കുഡ് ഡു വാട്ട് ഇറ്റ് പ്ലേസ്. ഒരു നഗരം സുന്ദരമാകണമെങ്കിൽ അവിടെ ആ നഗരത്തെ മൊത്തം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കണം, ധാരാളം വാഹനങ്ങൾ വരണം, ധാരാളം കച്ചവടങ്ങൾ നടക്കണം, ധാരാളം ആൾക്കാരോട് വന്ന് വേണം. ഇതാണ് ബെറ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് അദ്ദേഹം പറയും. അതായത് ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള എല്ലാ ഇതാണ് പുള്ളി അദ്ദേഹം. അപ്പോൾ സോക്രട്ടീസിന് മറുപടി പറഞ്ഞത് ആദൻസ് ഒരു മിഠായി പിരം കാണുന്നുണ്ട്, 18 വയസ്സേ ഉള്ളൂ, കറുത്ത് കരിപോലിരിക്കും, കാണാൻ കൊള്ളിയില്ല, സ്കെൽറ്റനാണ്, സ്കെൽറ്റായ വനിത. അവർ രാവിലെ എല്ലാ ദിവസവും 6 മണിക്ക് ഓടും, എല്ലാ ദിവസവും ഓടും. ഒരിക്കലും അവർ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരിയായി. അങ്ങനെ ആദർശ് എന്ന പേര് ലോകത്തിലെ ഓട്ടക്കാരെന്ന് ഒരു ലിസ്റ്റിൽ ആ രാജ്യത്തെ ഇപ്പോൾ 100 മീറ്റർ ഓട്ടത്തിൽ ഫസ്റ്റായി. അപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ ആദർശ് എന്ന രാജ്യത്തിൻ്റെ പേര് വന്നു, ഫസ്റ്റ് ഒരു പേര് വന്നു. ഇതാണോ ബെറ്റർ?
അവിടെ ഒരു മിഠായിപ്പിനൊക്കെ കണ്ടുണ്ട്, സുന്ദരനാണ്, കാണാൻ മിടുക്കനാണ്. രാവിലെ പോകുന്നു, മിഠായി വയ്ക്കുന്നു, വൈകുന്നേരം വരുന്നു, പിറ്റേ ദിവസം വയ്ക്കുന്നു. ഇതിലാരാണ് ബെറ്റർ? അപ്പോൾ ഒൺലി വെൻ ഐ ലീഡ് ഓർ വെൻ യു ലീഡ് ഗുഡ് ആൻഡ് വെർത്ത്, നല്ലവനായിരിക്കണം, മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുന്നതായിരിക്കും, അതാണ് ബെറ്റർ. ഇതാണ് കേരള മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കേരളത്തിലെ സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെടുകയാണ്. ആ കൊള്ളയടിക്കപ്പെടുമ്പോഴേക്കും ഇത് കൊള്ളയടിക്കപ്പെടുന്നത് ആരാണ് എന്നതിനെപ്പറ്റി സ്വയം മുഖ്യമന്ത്രി തന്നെ വിലയിരുത്തപ്പെടണം, ചിന്തിക്കപ്പെടണം. കാരണം ഒരു വശത്ത് ആത്മഹത്യ വർദ്ധിക്കുന്നു. എൻ്റെ 5000-ഓളം പേര് ആത്മഹത്യ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. കുടുംബസമേത ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ നികുതി പണം രാജ്യം ഓരോ വ്യക്തികളും ഓരോ ലക്ഷം രൂപ കടത്തിലേക്ക് പോകുന്നു. അങ്ങനെ സാമ്പത്തികമായി മാന്യം ശക്തമായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിന് വാഹനം എടുത്തു കൊടുത്തു. ഇത് യഥാർത്ഥ പ്രതിപക്ഷ നേതാവിന് വാഹനം വാങ്ങിക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ സാമ്പത്തിക പ്രതിസന്ധി. കാരണം ഈ 140 MLA-മാരും ഞാൻ ചോദിക്കുന്നു, എൻ്റെ വീട്ടിൽ ഞാനൊരു 1 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ആ പണം ഞാൻ അടച്ചില്ലെങ്കിൽ എനിക്ക് ജപ്തി ചെയ്യും. ജപ്തി ചെയ്ത് എനിക്ക് ചെക്കൊപ്പിടാൻ പറ്റില്ല. ഇത് കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെ മനസ്സിലാക്കണം. 140 MLA-മാർ, കേരള മുഖ്യമന്ത്രിയും ക്യാബിനറ്റും 140 MLA-മാരും മനസ്സിലാക്കണ്ടേ ഇത് ചെക്കൊപ്പിടാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ കേരളത്തിൻ്റെ അവസ്ഥ എവിടെ എത്തും? അപ്പോൾ അതുകൊണ്ട് ആ ചെലവ് ചുരുക്കുന്ന നയസമീപന രീതിക്ക് നേതൃത്വം കൊടുക്കേണ്ട ക്യാബിനറ്റ്, അതിൻ്റെ ലീഡർ എന്താണ് ചെയ്യുന്നത്? അത് തെറ്റല്ലേ? 1. 2, ഇവിടെ നിയമനിർമ്മാണം നടത്തുന്നു. നിയമനിർമ്മാണം നടത്തപ്പെടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രാഞ്ച് കമ്മിറ്റി, LC, ഏരിയ കമ്മിറ്റി ഇവിടെ അംഗീകാരം ഏരിയ കമ്മിറ്റി, 2 ഏരിയ കമ്മിറ്റി കൂടുന്ന ഒരു നിയോജകമണ്ഡലം. ആ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടിയേ നിയമം പാസ്സാക്കാൻ പറ്റുള്ളൂ. ഇതൊരു പക്ഷേ ഈ ചാനലിലൂടെ ആയിരിക്കും കേരളത്തിൽ ആദ്യമായിട്ട് പുറത്തു പോകാൻ പോണത്. ഗാന്ധിജി എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത, ത്യാഗമാണ്. പോയി വരൂ ധർമ്മദൂതരെ, ലോകമെങ്ങുമേസൽ വാർത്തയേകിട, വന്നു ചേർന്നിത പുതിയ യുഗത്തിൽ രാമരാജ്യം വന്നു ചേർന്നിത, മർത്യലോകത്തൻ പൂർണ്ണമുക്തിയാണ്. അതായത് മഹാത്മജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന രക്തരഹിത വിപ്ലവത്തിലൂടെയാണ്. അത് ലോകത്തിൽ ആദ്യമായിട്ട്, അത് യഥാർത്ഥത്തിൽ രാമൻ്റെ ആഗ്രഹം അതാണ്, ത്യാഗപൂർണ്ണമായിരിക്കണമെങ്കിൽ. ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ആൺപെൺ വ്യത്യാസമില്ല. എപ്പോഴും രാമൻ്റെ രാജ്യം എന്ന് പറയുന്നത് മഹാത്മജിയുടെ ചിന്തിക്കുന്ന രാമൻ. ആ മഹാത്മജിയുടെ രാമൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒന്നായി കാണുന്ന, എല്ലാവർക്കും ഒരുമ വേണമെന്ന് ആഗ്രഹിക്കുന്ന, സ്വർഗം മാത്രം വാഗ്ദാനം ചെയ്യുന്ന യഥാർത്ഥ മനുഷ്യ സ്നേഹിയായ രാമനെയാണ് അദ്ദേഹം എടുത്തു കാണിക്കുന്നത്. അതുകൊണ്ടാണ് മരിക്കുമ്പോഴും രാമ എന്ന് പറഞ്ഞാൽ ആ വെടിയേറ്റിരിക്കുമ്പോൾ റാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരണത്തിന് മുന്നിലേക്ക് പോകുന്നത്. ആ മഹാത്മജിയാണ്. ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധൻ്റെ അഹിംസയും ശ്രീശങ്കരാചാര്യൻ്റെ ബുദ്ധിശക്തിയും രഞ്ജിദേവൻ്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചൊല്ലുവിൻ ഫലാഫാന്മാർ എൻ ഗുരുവിൻ നീ തടത്തിൽ, അല്ലെങ്കിൽ അവിടുത്തെ ചരിത്രം പഠിക്കും എന്നാണ് പറയുക. ആ ചരിത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു പൊതുസമൂഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് എത്തണമെങ്കിൽ ഗ്രാമസ്വരാജ് നടപ്പാക്കണമെന്നാണ് മഹാത്മജി പറഞ്ഞത്. ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞാൽ ഒരു ബൂത്ത് കമ്മിറ്റിയാണ്. യഥാർത്ഥ ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ബൂത്തിലാണ് ഇരിക്കുന്നത്. ബൂത്തിലെന്ന് പറയുമ്പോൾ 250 കുടുംബം ഉണ്ടാകും. ആ ബൂത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവ എങ്ങനെ പരിഹരിക്കാം? ആ 250 കുടുംബത്തിലുള്ള അവരുടെ സാമ്പത്തിക പ്രശ്നം, അവർക്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇവ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് മഹത്തായമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ അവിടെ രോഗികൾ വരാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. വന്നാൽ അപ്പം തന്നെ ആ ബൂത്ത് കമ്മിറ്റികൾക്ക് 2 ബൂത്ത് കൊടുത്തുകൊണ്ടാണ് ഗ്രാമസഭ. ആ ഗ്രാമസഭയിൽ ഇന്ത്യൻ പാർലമെൻറ്റ് എടുക്കുന്ന നിയമങ്ങളെല്ലാം ആദ്യം ചർച്ച ചെയ്യപ്പെടേണ്ടത് ഗ്രാമസഭയിലായിരിക്കണം. അതാണ് പഞ്ചായത്തി രാജ് നിയമം. പഞ്ചായത്തി രാജ് നിയമം പൂർണ്ണമായിട്ട് വരയ്ക്കപ്പെട്ടു. പഞ്ചായത്ത് രാജ്യത്തിൽ ഒരു മദ്യഷാപ്പ് വരണമെങ്കിൽ ആ മദ്യഷാപ്പിൽ വേണം ഗ്രാമസഭയുടെ അംഗീകാരം വാങ്ങിക്കാതെ പാടില്ല എന്ന നിയമം. ഇവിടെ എല്ലാം മെമ്പർമാർ വരുന്നവരെയെല്ലാം കഴിവില്ലാത്തവരും ഏറ്റവും അടുക്കളയിലിരുന്നവരെയൊക്കെ പിടിച്ച് മെമ്പർമാരാക്കി. അവർക്കറിയില്ല എന്താണ് നിയമമെന്ന്. ഇവർ പറയുന്നതിന് ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമായിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്കൂടെ പോയി. അങ്ങനെ പോയപ്പോൾ എന്ത് പറ്റി? യഥാർത്ഥ നിയമനിർമ്മാണം നടത്തുന്നത് ചില വ്യക്തികളെ കേന്ദ്രീകരിച്ച് പോയി. ബൂത്ത് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ബ്ലോക്ക് കമ്മിറ്റികളും ഇലക്ഷൻ സമയത്ത് മാത്രം പ്രവർത്തിക്കപ്പെടുന്നവരായി മാറി. ജില്ലാ കമ്മിറ്റികളൊക്കെ മാറി. 5 വർഷത്തിലൊരിക്കൽ ഇവർ വരുന്നു, ഇലക്ഷൻ വോട്ട് ചെയ്യുന്നു, പോകുന്നു. ഭരണം നടത്തുന്നതെല്ലാം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാക്കി മാറ്റി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നമ്മുടെ കേരള നിയമസഭയായാലും ഇന്ത്യൻ പാർലമെൻറ്റായാലും ചെയ്ത് വില നിയന്ത്രണാധികാരം എടുത്തു കളഞ്ഞു. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. സോഷ്യലിസ്റ്റ് ആശയമാണ് ഇവിടെ നിലനിൽക്കുന്നത്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും വസ്ത്രം, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും പാർപ്പിടം എന്ന മഹത്തായ ആശയം. ആ ആശയം നടപ്പാക്കണമെങ്കിൽ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിൽ ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കിൽ നിലനിൽക്കുന്ന രാജ്യത്ത് സാധനത്തിൻ്റെ വില നിയന്ത്രിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനാണ്. ആ ഗവൺമെൻറ് വില നിയന്ത്രണ അധികാരം എടുത്തു കളഞ്ഞു.
കാരണം ഒരു കടയിൽ കയറി കളക്ടർക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ക്യാബിനറ്റ് അംഗീകാരം കൊടുത്താലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും കളക്ടർക്ക് നേരിട്ട് കടയിൽ ചെല്ലാൻ പറ്റത്തില്ല. ക്യാബിനറ്റ് അംഗീകാരം കൊടുക്കാത്തത് കൊണ്ടാണ് ഈ വില പല വിലയ്ക്ക് പോകുന്നത്. അപ്പം ആ വില നിയന്ത്രണ അധികാരം ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരനെ സുരക്ഷിതത്വത്തോടുകൂടിയ, അതായത് ഗ്രാമസ്വരാജ് നടപ്പാക്കിക്കൊണ്ട് എല്ലാ നിയമങ്ങളും ഇവിടെ ബൂത്ത് കമ്മിറ്റികൾ കൂടുന്ന മണ്ഡലം കമ്മിറ്റിയും, മണ്ഡലം കമ്മിറ്റികൾക്ക് ബ്ലോക്ക് കമ്മിറ്റിയും, 2 ബ്ലോക്ക് കമ്മിറ്റിയും നിയോജകമണ്ഡലം ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് നിയമസഭയിലും ജില്ലാ കമ്മിറ്റിയാണെങ്കിൽ രാഷ്ട്രപിതാ സ്വപ്നം കണ്ടിരുന്ന ആ ഗ്രാമസ്വരാജും അത്തരം വിഭാഗം ചെയ്തിരുന്ന രാജ്യത്തെ സങ്കല്പമെല്ലാം ഈ പുതിയ അധികാരികൾ പാടെ കാറ്റിൽ പറത്തി. അതായത് ഇപ്പൊ മറ്റേ പഴയ ഇതിന് ബദലായി താങ്കൾ ഒരു സ്വാതന്ത്ര്യം ഒരു പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുന്നു. അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. മഹാത്മജി സ്വപ്നം കണ്ട യഥാർത്ഥ ഇന്ത്യയെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം ആര് വരുന്നോ അതിൽ ചേരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് LDF, UDF, BJP ആയിരുന്ന നമ്മൾ പറഞ്ഞ ഈ ഗ്രാമസ്വരാജിൽ ഇതേ രീതിയിൽ ഭരണഘടനാപരമായ നിയമങ്ങൾ നടപ്പാക്കിയാൽ, അതിപ്പോൾ നടപ്പാക്കുന്ന ഇപ്പോഴേക്ക് വന്നിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി അത് ശക്തമായ രീതിയിൽ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ ആദരസാധനം എന്നതിനേക്കാൾ ഉപരിയായി അതെല്ലാവരും നമ്മൾ ഉൾക്കൊള്ളുന്നു. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എൻ്റെ രാഷ്ട്രീയം ജീവകാരുണ്യം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ ഞാൻ തീർത്ത് പറയുന്നു, ഇപ്പോൾ അവർക്ക് എല്ലാ വൈദ്യുതി ഫ്രീ, വെള്ളം ഫ്രീ, ആത്മീയ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. അതേ രീതിയിലായിരിക്കും ചർച്ചയിൽ വേണ്ട കാര്യമില്ല. ആശയവും ആദർശവും ഒക്കെ അല്പനേരം കേട്ടു. സ്വദേശം അരൂർ നിയോജകമണ്ഡലം, തൈക്കാശ്ശേരി ബ്ലോക്ക്, പള്ളിപ്പുറം പഞ്ചായത്തിൽ 16-ാം വാർഡിൽ. കുടുംബം ആരൊക്കെയാണ്? ഫാദറുണ്ട്, മദറുണ്ട്, വൈഫ്, 2 കുട്ടികൾ. വൈഫ് എന്ത് ചെയ്യുന്നു? വൈഫ് ഹൈസ്കൂൾ ടീച്ചറാണ്. കുട്ടികൾ മൂത്തയാൾ ഇപ്പോൾ CA പഠിക്കുന്നു, ഇളയാള് 10th പഠിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കളുടെ ആശയങ്ങളോടും ആദർശങ്ങളോടും വീട്ടുകാർ പൂർണ്ണമായും യോജിക്കുന്നു. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെയ്യാൻ പറ്റത്തില്ല. എന്തൊക്കെ ബിസിനസ്സാണ് ചെയ്യുന്നത്? എൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഞാൻ ഒരു LIC ആയിട്ടാണ് തുടങ്ങുന്നത്. LIC ആയി കഴിഞ്ഞപ്പോൾ ഞാൻ 100% അന്നും പക്കയാണ്, സ്ട്രൈറ്റ് ഫോർവേഡാണ്. എൻ്റെ പോളിസി എന്ന് പറയുന്നത് ലിവിങ് ഈസ് നത്തിങ് ബട്ട് ലിവിങ് റൈറ്റ്ലി ഈസ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ എത്ര സ്ഥാനമാനങ്ങൾ അനുകരിച്ചു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹം നമ്മളെ വിലയിരുത്തും എന്നാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിൽ സോക്രട്ടീസാണ് എനിക്ക് പറഞ്ഞു തന്നത്. കാരണം സോക്രട്ടീസ് മരിക്കാനായിട്ട് പോണ സമയത്ത് ജയിലർക്ക് കൈക്കൂലി കൊടുത്തിട്ട് രക്ഷപ്പെട്ടോളാൻ പറയും. അപ്പോൾ അദ്ദേഹം പറയും സോക്രട്ടീസ് വിഷം കൊടുത്ത് കൊല്ലാൻ തീരുമാനിച്ചു. അതനുസരിച്ച് രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അപ്പോൾ വലിയ കൂട്ടുകാരെല്ലാം സുഹൃത്തുക്കളെല്ലാവരും കൂടി തീരുമാനിച്ച് അദ്ദേഹത്തിനെ രക്ഷിക്കണം. അതനുസരിച്ച് ജയിലർക്ക് കൈക്കൂലി കൊടുത്തിട്ട് രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അപ്പോൾ സോക്രട്ടീസ് പറയുന്ന വേർഡാണ് ലിവിങ് ഈസ് നത്തിങ് ബട്ട് ലിവിങ് റൈറ്റ്ലി ഈസ് ഇമ്പോർട്ടൻ്റ്. എനിക്കിപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടാം, രാജ്യത്തിൻ്റെ നിയമം ലംഘിച്ചു എന്നൊരു പേര് ചെയ്തോട്ടം എനിക്ക് വരും എന്ന് മാത്രമല്ല, എനിക്ക് തൽക്കാലത്തെ കുറച്ചുനാൾ ജീവിച്ചിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന തെറ്റല്ലേ. പിന്നെ ഇങ്ങനെ നിയമമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആക്ച്വലി മരിക്കേണ്ട ആളാണ്, ഞാൻ മരിക്കും. പക്ഷേ കാലം വരുന്ന തലമുറ എന്നെ വിലയിരുത്തും, ഞാൻ ചെയ്തതാണ് ശരി. ഞാൻ സത്യസന്ധനായിരുന്നു, പക്ഷേ എന്നെ പരാജയപ്പെടുത്താൻ ചില ആൾക്കാർ ചെയ്ത അന്യായം കാരണമാണ് ഇന്ന് ഭാവി തലമുറ വിലയിരുത്തിക്കോളും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുവേണ്ടി കൈക്കൂലി കൊടുത്തപ്പോൾ രക്ഷമുണ്ട്. കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് റേറ്റിന് വേണ്ടി പോരാടുന്നു അതിൻ്റെ അന്തസ്സ ഞാൻ എന്ത് ആശയത്തിന് വേണ്ടിയാണോ നിലനിർത്തുന്നത് ആ ആശയം ഇല്ലാതായില്ലേ. അങ്ങനെ LICയിൽ നിന്നും LICയിൽ നിന്ന് ഞാൻ പിന്നെ എന്തോരം പഠിച്ചായിരുന്നു? ഡിഗ്രി, അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി, അത് കഴിഞ്ഞ് സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തു. ഡിപ്ലോമ ആണോ? ഇല്ല ITC ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫീൽഡിലേക്ക് വന്ന് അപ്പോഴേക്ക് ഈ പൊതുപ്രവർത്തനത്തോടാണ് താല്പര്യം. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ, ലോകായുക്ത്, കൺസ്യൂമർ ഫോറം, ഇതൊക്കെ യൂണിറ്റൊക്കെ ഉണ്ടാക്കി. അവിടെ ആദ്യമായിട്ട് ഒരു പക്ഷേ എല്ലായിടത്തും ഉണ്ടാക്കി നമ്മളാണ്. ഇങ്ങനെ വന്നപ്പോൾ ഫണ്ട് തീർന്നു, പൈസ കയ്യിൽ നിന്ന് എടുത്താൽ പോകാം. പൈസ ഇല്ലാതെ വന്നപ്പോഴേക്ക് വീട്ടിൽ നിന്നൊക്കെ ഔട്ടായി. കാരണം സാമ്പത്തികം ഇല്ലാതെ എല്ലായിടത്തും. കാരണം ഈ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉടനെ പുറത്തേക്ക് പോകാനായിട്ട് വിസയൊക്കെ വന്നതാണ്. അപ്പോൾ ഞാൻ പോയില്ല. അതുമാത്രമല്ല, ഇതിനിടയ്ക്ക് ഈ സിവിൽ എഞ്ചിനീയറിംഗിൽ ഒരു വിഷയത്തിന് എഴുതാനായിട്ട് പോണ സമയത്ത് ഒരാൾക്ക് മഞ്ഞപ്പിത്തം അടിച്ചു. അപ്പോൾ എൻ്റെ അയലൊക്കെ കേശവാപ്പൻ എന്ന് പറയുന്ന മകനാണ്, ഞാൻ ജയൻ്റെ വൈഫിന്. അപ്പോൾ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ ഡെലിവറി ടൈമിനാണ്, അപ്പോൾ ഒരുപാട് ബ്ലഡ് വേണം. അപ്പോൾ ഇവർ വന്ന് കരഞ്ഞപ്പോഴേക്ക് ഞാനെന്ത് ചെയ്തു, പരീക്ഷ എഴുതേണ്ട ഞാൻ ആ ഫയൽ കൊണ്ട് അവിടെ വെച്ചിട്ട് ഇവരുടെ കൂടെ കയറിപ്പോയി. അപ്പോൾ 10 പേര് ആദ്യം കൊടുത്ത്
അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു പറഞ്ഞ് പിന്നെയും 10 പേര് വേണം. ഇങ്ങനെ വന്നിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റിയിട്ട് വീട്ടിൽ അറിഞ്ഞില്ല. ഈ പരീക്ഷ റിസൾട്ട് വരുമ്പോൾ ഇവരറിയണം. അവരെന്നാ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട രീതിയായി. അങ്ങനെ വന്നപ്പോഴേക്കാണ് പിന്നെ LICന്ന് നേരെ അരിപ്പൊടിയുടെ ബിസിനസ് തുടങ്ങി. അരിപ്പൊടിയുടെ. അപ്പോൾ എനിക്ക് ഫ്ലവർ റൈസ് ആൻഡ് മില്ലുണ്ട്. അങ്ങനെ അരി എടുത്ത് കൊണ്ടുവന്ന് ഉണ്ട്. അപ്പോൾ ഫാദറിനുള്ള അപ്പോൾ അന്ന് പൈസ കയ്യില്ല. അപ്പോൾ LIC ചെന്നപ്പോൾ 4,00,000 ചില്ലാൻ രൂപ അന്നത്തെ അത് ഈ പിന്നെ ബോണസ് ഉണ്ടായിരുന്നു. ആ കാശ് മേടിച്ച് അരിയെടുക്കാൻ ചെന്നു. അരിയെടുക്കാൻ ചെന്നപ്പോൾ അരിക്ക് 5,000 ചില്ലാൻ രൂപ വേണം. അപ്പം 4,000 ഉണ്ട്. ഇയാൾക്കൊരു പരിചയമില്ല. തരിയലതൊക്കെ പറഞ്ഞെങ്കിലും പുള്ളി പറയും കൊണ്ട് വെക്കുമെന്ന് പറഞ്ഞു. നമ്മൾ കൊണ്ട് കൊടുത്ത് അതിൽ നിന്ന് അരിപ്പൊടി വെച്ച് പാക്ക് ചെയ്ത് തുടങ്ങി. പിന്നെ അതൊരു വലിയ ബിസിനസ്സാക്കി മാറ്റി. അതിപ്പോൾ ഉണ്ട്. അത് ചേട്ടനാ ചെയ്യണം. കാരണം ഞാൻ സിമെൻറ്റിലേക്ക് വന്ന് അത് കഴിഞ്ഞപ്പോഴേക്കും അത് വലുതായിക്കൊണ്ട് വന്നപ്പോൾ തന്നെ ഞാൻ ഒരു വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് വണ്ടിക്ക് ഓട്ടം കുറഞ്ഞ ബാക്കിയാണ്. ഞാൻ ഒരു 4 വീൽ വണ്ടി എടുത്തത്. 4 വീൽ വണ്ടി മസ്ത സ്വരാജ് മസ്ത 4 വീൽ എടുത്തു. അതെടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ വണ്ടിക്ക് ഓട്ടം കുറവായിരുന്നു. അപ്പോൾ സിമെൻറ്റിൻ്റെ ഡീലർഷിപ്പ് എടുത്തു. അന്ന് സുരക്ഷാ സിമെൻ്റ് എന്ന് പറഞ്ഞ ACC ഇവിടെ വെള്ളൂരുണ്ട്. അതെടുത്ത് പിന്നെ വന്നപ്പോൾ അത് ഇതായി. പിന്നെ ഇപ്പം അതിലേക്ക് വന്ന് ശ്രദ്ധിച്ച് പിന്നെ ഇപ്പോൾ 10ഓളം വണ്ടിയായി. 4 ടോറസ് ഉണ്ട്. വേറെ വണ്ടിയാണ്. അപ്പം അതിലേക്ക് ശ്രദ്ധിച്ച് പിന്നെ അത് വലുതായി. ഇങ്ങനെ ഇപ്പോൾ കുറേ 100-200ഓളം ഏതൊക്കെ കമ്പനികളുടെ മിക്കവാറും എല്ലാ കമ്പനിയും ഉണ്ട്. എല്ലാ കമ്പനിയുടെയും സ്റ്റേറ്റ് ലീഡർഷിപ്പ് ആണല്ലോ. അങ്ങനെയല്ല, ഡീലർഷിപ്പാണോ. ഡീലർഷിപ്പിന് സിമെൻറ്റിൻ്റെ ഡീലർഷിപ്പ് എന്നാണ് പറയുന്നത്. അത് വോളിയം ബേസാണ് ബിസിനസ്. വോളിയം കൂടുതൽ എടുക്കുന്ന അനുസരിച്ചിട്ട് സ്കീം ഉണ്ടാകും. അപ്പോൾ അല്ലാതെ പിന്നെ CRF ഉണ്ട് ഉള്ളതുകൊണ്ട് അതും ചെയ്യാറുണ്ട്. ഇപ്പോൾ മഹാ CRF ആണ്. അപ്പോൾ അതുപോലെ തന്നെ അതുണ്ട്. അങ്ങനെ എല്ലാ കമ്പനികളുമായിട്ടും ഈ ബിസിനസ്സിൽ നിന്നെല്ലാം ആവശ്യം ചാർട്ട് ചെയ്യാനുള്ള ഫണ്ട് ചാരിറ്റി ഫണ്ടെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ഒരു ഫണ്ട് മാറ്റി വയ്ക്കുക. അതായത് ഒരു പിന്നെ ഒക്ടോബർ 2 ആകുമ്പോഴേക്ക് പിന്നെ ആൾക്കാരെ വിളിച്ച് രോഗികളായിട്ടുള്ളവരെ സഹായിക്കുക. ജാനുവരി 30 സഹായിക്കുക. അല്ലെങ്കിൽ സഹായിച്ചില്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു വീട് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലായിരിക്കും കേന്ദ്രീകരിക്കണം. അങ്ങനെ ആയിരിക്കും. കഴിഞ്ഞ വർഷം ഒരു വീട് വെച്ച് കൊടുത്തു. അതായത് പിന്നെ ഞാൻ ഇലക്ഷന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സമയത്ത് വീട്ടിൽ ചെന്നപ്പോൾ ഒരു ചെറിയ ഇത്രയുള്ള ഒരു അപ്പോൾ അവിടെ ഹസ്ബൻഡ് അവരെ ഉപേക്ഷിച്ച് പോയി. 3 മക്കളാണ്. 19 വയസ്സ്, 16 വയസ്സ്, 13 വയസ്സ്. 3 പെൺപിള്ളേർ. ഒരു പട്ടി മാത്രമല്ല, ഒരു ചാരി അടച്ചിരിക്കുക. നമുക്ക് കണ്ടപ്പോൾ തന്നെ സങ്കടം തോന്നി. ഞാൻ പറഞ്ഞ് അടുത്ത ജാനുവരി 30 മുമ്പ് ഒക്ടോബർ 2 മുമ്പ് എനിക്ക് വീട് പണി തന്നിരിക്കുന്നു. 2-8 മാസം കൊണ്ട് അവർക്ക് വീട് വെച്ച് കൊടുത്തു. ഈ സിമെൻറ്റിൻ്റെ നല്ല നിലയിൽ ഡീലർഷിപ്പുള്ള ആളാണ്. എന്നിട്ട് സിമെൻറ്റ് കമ്പനികൾക്കെതിരെ തന്നെ താങ്കൾ ഒരു സമരം നയിക്കുകയോ ഒക്കെ ചെയ്തതായിട്ട് അറിയാൻ കഴിയും. എന്താണ് അതിൻ്റെ ഒരു അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് വെച്ചാൽ മൗലിക അവകാശം. 6 അവകാശം നമുക്കുണ്ട്. അതിൽ 3ാമത്തെ അവകാശം കമ്പനികൾ സെറ്റ് ചെയ്തു. അതായത് 1 സമത്വത്തിനുള്ള അവകാശം, ഈക്വാലിറ്റി ഉണ്ട്. 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 3 ചൂഷണത്തിനെതിരായുള്ള അവകാശം, 4 സാംസ്കാരിക വിദ്യാഭ്യാസം, 5 മതസ്വാതന്ത്ര്യം, 6 കോടതിയിൽ. ഇതിൽ 3ാമത്തെ ചൂഷണത്തിനെതിരെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളെ ന്യൂനപക്ഷം ചൂഷണം ചെയ്താൽ അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യാമെന്നാണ് ഭരണഘടന പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 340 രൂപയ്ക്ക് വിൽക്കുന്ന സിമെൻറ്റിന് 440 രൂപ, ഇപ്പം 435 രൂപ വിലയുള്ള സിമെൻറ്റിന് അത് ഇവിടെ വിൽക്കുന്നത് 340 രൂപ. പക്ഷെ പാവപ്പെട്ട ജനങ്ങളോട് 440 വരെ മേടിച്ചാലും കോടതി പോലും പോകാൻ പറ്റിയില്ല. കാരണം എന്താ, ഇവർക്ക് ഗവൺമെൻറ് അംഗീകാരം കൊടുത്തിരിക്കുക. എങ്കിൽ വിലയ്ക്ക് വിറ്റോ ഞങ്ങൾക്ക് അതിൻ്റെ ടാക്സ് തന്നാൽ മതി എന്ന് പറയുമ്പോൾ തീർന്നല്ലോ. സാധാരണക്കാരുടെ അവസ്ഥ മാറിയില്ലേ. കാരണം 28% ടാക്സ് കിട്ടിയാൽ മതി. എങ്ങനെ വേണമെങ്കിൽ ആരെയും കുറിച്ചത്. ഇത് തന്നെ പെട്രോളിനും ഇത് തന്നെ ചെയ്യേണ്ടത്. നിയമം ഈ ബൂത്ത് തലം ഭരിക്കുന്നത് തുടങ്ങിയത് ഇതൊന്നും നടക്കില്ല. മഹാത്മജിയുടെ ഗ്രാമസ്വരാജ്യം മുതൽ ഇങ്ങനെ തുടങ്ങിയാൽ ഇതൊന്നും നടക്കില്ല. ഇത് തന്നെ ഇതിനെതിരായിട്ട് സമരം നടത്തി. സ്റ്റേറ്റ് ഓഫീസിൻ്റെ മുമ്പിലും കേരളം മുഴുവനും സമരം നടത്തി. മിനിസ്റ്റർ പോയി കണ്ടു. മിനിസ്റ്ററെ കണ്ടപ്പോൾ പറഞ്ഞു 100% ശരിയാണ്, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വ്യവസായ വകുപ്പ് മന്ത്രിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നല്ലപോലെ സംസാരിക്കുന്നുണ്ട്, ഒരു പണി നിങ്ങൾ ധനകാര്യ വകുപ്പ് മന്ത്രി ഒന്ന് കണ്ടിട്ട് പോകുന്നു പറഞ്ഞ് അദ്ദേഹം തന്നെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തു തന്നു. അവിടെ ചെന്നു അദ്ദേഹത്തെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു 100% ശരിയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിന് ഒരു 6 മാസം കഴിഞ്ഞിട്ട് പരിഹാരം ഉണ്ടായിട്ട് ഞാൻ നേരെ കളക്ടർ പോയി കണ്ടു. കളക്ടറോട് ചോദിച്ചു, സാറേ ഇതിൻ്റെ പേപ്പറെല്ലാം ഉണ്ട്, ഫയലെല്ലാം ഉണ്ട്, സാർ ഇതിന് നയപരമായി സാറ് ചീഫ് മജിസ്ട്രേറ്റ് അല്ലേ, നടപടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നയപരമായ കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടത് ക്യാബിനറ്റാണ്, മന്ത്രിസഭായോഗമാണ്. ഞങ്ങൾക്ക് അതിനുള്ള പവറില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യും, നിങ്ങൾ പോയി ബൂത്ത് തലങ്ങളിൽ പോയി ജനങ്ങളെ സംഘടിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി
ബൂത്ത് കൊടുത്ത് മണ്ഡലം കമ്മിറ്റി പോയി, മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റി 2 ബ്ലോക്ക് കമ്മിറ്റി നിയോജക മണ്ഡലത്തിൽ അവിടെ നിങ്ങൾ MLA ആയി ജയിച്ച് നിങ്ങളുടെ ആശയമുള്ള 130 പേരെ കൂടി കൊണ്ടുവന്ന് 140 പേര് വന്നിട്ട് അതിനകത്ത് ക്യാബിനറ്റ് ഇറക്കി വന്ന് നമ്മൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. എൻ്റെ ഗൗരവം മനസ്സിലായില്ല. അപ്പോൾ അതായത് ഇവിടെ വില്ലേജ് ഓഫീസിലും കളക്ടറേറ്റിലും തഹസീൽദാരിലും സമരം നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഇതെല്ലാം അവിടെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ സംതിങ് കാശ് കൊടുത്താൽ കാര്യം നടക്കുമെന്നാണ് ഇപ്പം മനസ്സിലായി മനസ്സിലായത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മൾ സ്വയം വലിഞ്ഞു. കാരണം നമ്മൾ സമരം നടത്തിയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ സമരങ്ങൾക്കൊന്നും യാതൊരു കേരള ഇന്ത്യയിൽ ഇപ്പം നടക്കുന്നതിൽ സമരത്തിന് ഒരു കാര്യമില്ല. ഇന്ത്യൻ പാർലമെൻറ്റിലും നിയമസഭയിലും രാജ്യസഭയിലും നിയമനിർമ്മാണം നടത്തുന്നത് അവരുടെ ഇഷ്ടത്തിനാണ്. അവർ പറയുന്നത് കാര്യങ്ങൾ അവിടെ ഇരിക്കുന്നവർ തന്നെയാണ് നിയമം ഉണ്ടാക്കുന്നത്, നിയമം നടപ്പാക്കുന്നത്. ജനങ്ങൾക്ക് ഇതിന് ബന്ധം. ഇതിനൊരു അന്ത്യം, ഒരു അവസാനം താങ്കൾ സ്വപ്നം കാണുന്നു? അതുകൊണ്ട് ഉറപ്പ്. ഞാൻ MLA ആയാൽ യാതൊരു കാരണവശാലും ബൂത്ത് കമ്മിറ്റിയുടെ അംഗീകാരം ഇല്ലാതെ അല്ലെങ്കിൽ ജനങ്ങളുടെ അംഗീകാരം ഇല്ലാതെ ഒരു നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കേരള നിയമസഭയിൽ അത് വളരെ 3 കാര്യം ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞ് അത് 3 കാര്യങ്ങൾ. ഒന്ന് പറയുന്നു, ഒന്ന് ഞാൻ MLA ആയാൽ അല്ലെ പ്രതിഫലം മേടിക്കില്ല. കാരണം 4 ലക്ഷം കോടി രൂപ കടം തീറ്റാതെ ഞാൻ 1 രൂപ ജനങ്ങളെ അടിക്കില്ല. ഞാൻ MLA ആയാൽ ഞാൻ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തും. ഞാൻ MLA ആയി കഴിഞ്ഞാൽ ഈ എൻ്റെ അരൂർ നിയോജകമണ്ഡലമാണെങ്കിൽ അവിടെ 160 വാർഡുണ്ട്, 320 ബൂത്തുണ്ട്. 320 ബൂത്തിലെ ജനങ്ങളുടെ അംഗീകാരം ഇല്ലാതെ കേരള നിയമസഭയിൽ ഒരു നിയമനിർമ്മാണം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തിനാണ് പോകണം? എൻ്റെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയല്ലേ പോകണം. അതിനല്ലേ എന്നെ അവരെ തിരഞ്ഞെടുത്തത്. ഞാനവിടെ ചെന്നിട്ട് എൻ്റെ സുഖം നോക്കിയല്ലേ പോയാണ്. പിന്നെ ഞാൻ ഇന്നേ വരെ ഈ രാജ്യത്തിൻ്റെ നികുതി പണം സംരക്ഷിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നേ വരെ 1 രൂപ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ജനങ്ങളെ വലുത്, അവരുടെ കണ്ണീര് കണ്ട് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ജീവകാരുണ്യം രാഷ്ട്രീയം എന്ന ആപ്തവാക്യത്തിൽ അടിയുറച്ച് നിൽക്കുന്നത്. ഇന്നല്ലേ നാളെ ഞാൻ പറഞ്ഞ ശരി, സോക്രട്ടീസ് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ശരിയാണെന്ന് ജനം വിധി എഴുതും. കാരണം അവർ സഹികെട്ടിരിക്കുക. അപ്പം ഇതിനെ ഞാൻ ഇപ്പോഴുള്ള വ്യവസ്ഥിതിക്കെതിരെ എത്ര ഒരു മൂവ്മെന്റ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് താങ്കൾ? ഉറപ്പായിട്ടുണ്ടാകും. കാരണം OC വക്കറ്റിലല്ലേ വേറൊരാൾ വരും. ഇത് പ്രകൃതി നിയമമാണ്, പ്രപഞ്ച നിയമമാണ്. പ്രപഞ്ചത്തിനൊരു സത്യമുണ്ട്. ആ സത്യം ഇന്നല്ലേ നാളെ വന്നേ പറ്റുള്ളല്ലോ. അത് നിലനിന്നേ പറ്റൂ. കാരണം അതുണ്ടാകും. ഇത് എവിടെ നിന്നാണ് വരാൻ പോകണമെന്ന് ഞാൻ പറയാം. മഹാത്മജി ഉപ്പു സത്യാഗ്രഹം തുടങ്ങിയപ്പോൾ തന്നെ വാർഡ് തലങ്ങളിൽ നിന്ന് നിയമനിർമ്മാണം ഇനി നടത്തപ്പെടുമ്പോൾ ബ്രാഞ്ച് കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റി LDF ആണ് ബ്രാഞ്ച് കമ്മിറ്റി അംഗീകാരം നടത്താൻ പറ്റില്ലെന്ന് ജനങ്ങൾ തന്നെ പറയുന്നൊരവസ്ഥയിലേക്ക് വരിക. വലിയ താമസമില്ലാതെ വരും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം കാണുന്നതാണ്. കാരണം നികുതി പണം ദൂരത്തടിക്കപ്പെടുന്നു ഒരു വശത്ത്, മറുവശത്ത് ജനങ്ങൾ പട്ടിണിയിലേക്ക് പോകുന്നു. സാധനങ്ങൾക്കെല്ലാം വില കുതിച്ചു വരുന്നു. വില നേരിടുന്ന ആരെന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ സ്തംഭിച്ചിരിക്കുന്ന ഒരവസ്ഥ. ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പുതിയ വണ്ടി മേടിച്ചു കൊടുക്കുക. പ്രതിപക്ഷ നേതാവിന് വണ്ടി മേടിച്ചു കൊടുക്കുന്നു, ഗവർണർക്ക് വണ്ടി മേടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ രീതിയിലും പൊതുസ്വത്ത് മാറിക്കൊണ്ടിരിക്കുന്നു. പാവപ്പെട്ടവൻ വീണ്ടും പാവപ്പെട്ടവനായി മാറുന്നു. നമ്മളെല്ലാവരും സ്വപ്നം കണ്ടത് നഷ്ടപ്പെടുവാനില്ലേ എന്നും കൈവിലങ്ങുകളല്ലാതെ കിട്ടാനുണ്ടൊരു ലോകം, അത് നമ്മൾ ഭരിക്കും ലോകമെന്നാണ് നമ്മൾ വരുന്നത്. അങ്ങനെയുള്ള നമ്മൾ തന്നെ, അതായത് സോഷ്യലിസ്റ്റ് ആശയം നിലനിന്ന് അവർ ഭരിക്കപ്പെടുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കും ഭയം തോന്നുന്നു. കാരണം ഞാനൊരു ഗാന്ധിയൻ ആശയത്തെ അടിയുറച്ച് വിശ്വസിക്കുക. എനിക്കിത് ഓർമ്മ വരുന്നത് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ്. റഷ്യയിൽ ജനങ്ങൾ ഇതുപോലെ തന്നെ ഇത് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സാഹചര്യമായിരുന്നു അന്നത്തെ റഷ്യയുടെ അവസ്ഥ. അന്ന് റഷ്യയിൽ ജനങ്ങൾ ജീവിക്കുവാൻ രക്ഷയില്ലാതെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കും. റൊട്ടി കിട്ടാനൊരു മാർഗ്ഗവുമില്ല. ആൾക്കാരെല്ലാം അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ പോലെയാണ് നാട്ടുപ്രമാണിമാരാണ് നാട് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ രാജാവ് അവരെയാണ് കപ്പം പിടിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നാട്ടുപ്രമാണിമാരുടെ അടുക്കിലേക്ക് അവിടെയുള്ള ജനങ്ങൾ ചെന്നിട്ട് പറഞ്ഞു വിശക്കുന്ന റൊട്ടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി ചെല്ലാൻ തുടങ്ങിയപ്പോൾ നാട്ടുപ്രമാണിമാർക്ക് ആകെ പ്രശ്നമായി. അവർ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളല്ലേ ഞങ്ങളോട് നികുതി പിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളാണ് ഞങ്ങൾക്ക് തരേണ്ടതെന്നാണ് പറയുന്നത്. അവസാനം നാട്ടുപ്രമാണിമാരെല്ലാം കൂടി ഒരു തീരുമാനം എടുത്ത് നമുക്ക് രാജാവിനെ പോയി കണ്ട് കാര്യം ബോധിപ്പിക്കാം. ജനങ്ങൾ പട്ടിണിയിലാണ്, അവർക്ക് റൊട്ടി വേണം, അപ്പോൾ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞങ്ങൾക്ക് നികുതി പിരിക്കുന്ന പോലെ തന്നെ അവരുടെ നിലനിൽപ്പ് ഞങ്ങളുടെ പ്രശ്നം കൂടിയാണ്, അതുകൊണ്ട് അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതനുസരിച്ച് നാട്ടുപ്രമാണിമാരെ എല്ലാവരും കൂടി രാജാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ നിയമസഭ പോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ ജനങ്ങളെല്ലാം ഇങ്ങനെ തടിച്ചു കൂടാൻ തുടങ്ങി. കാരണം ഒരു നാട്ടുപ്രമാണി വിളിച്ചു പറയുന്നതനുസരിച്ച് എല്ലാ നാട്ടുപ്രമാണിമാരും ഇങ്ങനെ പരസ്പരം വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും വന്ന് നിൽക്കുകയാണ്. രാജാവിൻ്റെ അടുത്തേക്ക് ആദ്യം ഇത് കുറച്ച് പേര് ആദ്യം തുറന്നു വിട്ടു. അവർ ചെന്നു വിശക്കുന്ന റൊട്ടി വേണമെന്ന് പറഞ്ഞു. റൊട്ടി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവർ അത് ശ്രദ്ധിച്ചില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഭരണാധികാരി ശ്രദ്ധിക്കാത്ത പോലെ തന്നെ ശ്രദ്ധിച്ചില്ല.
അവർ ഒട്ടി ചോദിച്ചപ്പോഴേക്ക് അവർ അവിടെ നിന്ന് നിൽക്കുന്നതല്ലാതെ ഇവർ മദ്യപിക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, നൃത്തം കാണുന്നു, ഇതെല്ലാം കണ്ട് ഇവർ ആസ്വദിക്കുന്നതല്ലാതെ ഇവരൊന്നും ചെയ്യുന്നില്ല. ഈ സാഹചര്യം വന്നപ്പോഴേക്ക് ഇവർ വന്നവരെല്ലാം ആദ്യം തിരിച്ചുപോയി. കുറച്ച് പേര് അവിടെ നിന്നു. അവസാനം കുറേ ദിവസം നേരം ഇങ്ങനെ വന്ന് പുറത്ത് ആൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു നാട്ടുപ്രമാണി തീരുമാനം എടുത്ത് ഞാനും വരാമെന്നും പറഞ്ഞ് അദ്ദേഹം ഒരു പാലമെടുത്ത് പുറകെ പിടിച്ച് നേരെ വരുന്ന റൊട്ടി. അദ്ദേഹം നിന്നിട്ട് ആരും പയറ്റത്തില്ല. അവസാനം നേരെ എടുത്ത് വെട്ടുന്നു. പിന്നെ വന്നവരെല്ലാം വെട്ടുന്നു. അങ്ങനെയാണ് റഷ്യയിൽ വിപ്ലവം ഉണ്ടായത്. അങ്ങനെ ഒരു വിപ്ലവം നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ലേ എന്ന് ഞാൻ നോക്കുകയാണ്. കാരണം ഗാന്ധിയൻ ആശയത്തിന് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് ഗാന്ധിജി പറഞ്ഞ വിഭാവനം ചെയ്ത സഹകരിക്കുക, സമരമല്ല വേണ്ടത്, സാരാംശം സംശീകരിക്കുക, സംഹാരമല്ല വേണ്ടത്, രഞ്ജിപ്പും ശാന്തിയും വേണം, ഭിന്നിപ്പല്ല വേണ്ടത് എന്ന നാട്ടിൽ അഹിംസയിലൂടെ അല്ലാതെ ഒരു വിപ്ലവം ഉണ്ടാകാനുള്ള സാധ്യത താങ്കൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ അഹിംസയിലൂടെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന വലിയൊരു ജനവിഭാഗമുള്ള നാട്ടിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതിനിപ്പം ഇപ്പോഴുള്ള രാഷ്ട്രീയ സംവിധാനത്തിൽ ഒരു സമാന്തരമായ ഒരു മൂവ്മെന്റ് എന്താണ് കാണുന്നത്? സമാന്തരം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും പിന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ LDF, UDF, BJP പറയുന്നു. രാത്രിയാകുമ്പോൾ അവരെല്ലാം വന്നാണ്. ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് ഇലക്ഷന് ജയിക്കുന്നത് വരെ കൈകൂപ്പി ഒന്ന് ഊട്ടുമേടിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഫ്രീയാണ്. അവർക്ക് വൈദ്യുതി ഫ്രീയാണ്. ആര് തെരഞ്ഞെടുക്കപ്പെടുന്ന നേരത്തെ പറഞ്ഞ കാര്യം എല്ലാം ഫ്രീയാണ്. അല്ല, അതിന് ഈ ഒരു സംവിധാനത്തിന് ഈ ഒരു സമയം ജനങ്ങൾ അത്തരം ഒന്നിച്ച് നിലവിലുള്ള ഈ സംവിധാനത്തിനെതിരെ ഒരു മൂവ്മെന്റ്, ആ മൂവ്മെന്റ് ശക്തമായിക്കൊണ്ടിരിക്കും. അത് ആം ആദ്മി പാർട്ടിയാണ് ആ മൂവ്മെന്റ്. എന്തുകൊണ്ടാണ് ആം ആദ്മി തങ്ങളുടെ ഈ സാന്ദ്രം ആർദ്രം ആ മൂവ്മെന്റിന് സമാന്തരമായി ഒരു സംവിധാനം കാണുന്ന രാഷ്ട്രീയ പാർട്ടി ആദ്മി പാർട്ടിയാണ്. യാതൊരു സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സംസാരിക്കുകയല്ല, പ്രവൃത്തിയിലൂടെയാണ് വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈദ്യുതിക്ക് വീണ്ടും ചാർജ് കൂട്ടി, ബസ്സിന് ചാർജ് കൂട്ടി, സ്ത്രീകൾക്ക് ഉൾപ്പെടെ ചാർജ് കൂടില്ല. നമുക്കിത് നിലവിൽ കണ്ട പഞ്ചാബിലും ഡൽഹിയിലും കാണിച്ചു വൈദ്യുതി ഫ്രീ, വെള്ളം ഫ്രീ, സ്ത്രീകൾക്ക് യാത്ര ഫ്രീ. അതുപോലെ എല്ലാ മേഖലകളിലും ആതുര സേവന മേഖലകളിൽ നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് ബദലായി ആൾക്കാർ ആത്മീയെ പ്രതിഷ്ഠിക്കുന്ന ഒരു സമയം ഉണ്ടാവും. അല്ല, സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു. ജനങ്ങൾക്ക് ജീവിക്കാൻ രക്ഷയില്ലാത്ത മാർഗം. ഈ ആത്മഹത്യകൾ കുറയുകയും അതിന് പണം കണ്ടെത്തേണ്ടത് എങ്ങനെയെന്ന് ഉള്ളതിനെപ്പറ്റി ഗൗരവമായി ആലോചിച്ച് ഗവൺമെൻറ് നയപരമായ തീരുമാനം എടുക്കാൻ കഴിവുള്ള പുതിയൊരു ഭരണ സംവിധാനം നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നു. അത് കഴിഞ്ഞ 74 വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ആം ആദ്മി തന്നെ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല. ഇവിടെ നിലവിൽ സംവിധാനമുള്ളവർ ചിന്തിച്ചിട്ട് മാറ്റം വരുത്തിയാൽ മതി. അവരവരുടെ പ്രസ്ഥാനത്തിൽ ഈ ബൂത്ത് കമ്മിറ്റി, ഇപ്പോൾ കോൺഗ്രസ് ആണ് ബൂത്ത് മണ്ഡലം, അതേപോലെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്കാണ് രാഷ്ട്രീയം വരേണ്ടത്. അല്ല മുകളിലെ സംബന്ധിച്ചിടത്തോളം അംബാനി, അദാനിയൊക്കെ കാശ് കൊടുക്കാനുണ്ട്. പക്ഷെ താഴെപ്പെട്ടവർക്ക് ആരാ കാശ് കൊടുക്കുന്നത്? താഴെപ്പെട്ടവർക്ക് കൊടുക്കാൻ ആരുമില്ല. ഒരു പഞ്ചായത്ത് മെമ്പറിൻ്റെ അവസ്ഥ നിങ്ങൾ അതുകൂടി ഗൗരവത്തിൽ എടുക്കണം. ഒരു പഞ്ചായത്ത് മെമ്പറിന് 10,000 രൂപ അല്ലെങ്കിൽ 12,000 രൂപ താഴെയാണ് വരുമാനം. പഞ്ചായത്ത് പ്രസിഡന്റിന് 12,000, പഞ്ചായത്ത് മെമ്പറിന് 7,500 രൂപ ഉള്ളൂ. അവരത് ആത്രമാണ്. എന്നാൽ നിലവിലെ ഇതിൽ A ക്ലാസ് എന്ന് പറയുന്നത് MLA, MP, മന്ത്രി അവർക്ക് എന്താണെന്ന് അവർ തന്നെ തീരുമാനിക്കുന്നു, നടപ്പാക്കുന്നു. ഇപ്പുറത്ത് താഴെത്തട്ടിൽ അതില്ല. അപ്പോൾ ഈ അടിസ്ഥാനപരമായ 6 കാര്യങ്ങളിൽ മാറ്റം വന്നാൽ നമ്മുടെ നാട്ടിൽ മാറ്റം വരും. ഒന്ന്, ഇന്ത്യൻ ഭരണഘടന പറയുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നടപ്പാക്കണം. അതായത് ഈക്വൽ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് സാധാരണക്കാരന് തുല്യമായ അവസര സമത്വം പ്രദാനം ചെയ്യണം. 2, ഈ പറഞ്ഞ 6 അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മാറ്റമുണ്ടാകും. അത് ആം ആദ്മി നടപ്പാക്കുമെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ജനപിന്തുണ കൂടി വരുന്നത്. ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അധികാരമോഹം എന്നുള്ള ആളൊന്നുമല്ല, സ്ഥാനമാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുമല്ല. LDF, UDF, BJP ആര് വന്നാലും ജനങ്ങൾക്ക് നന്മയുണ്ടാകണം. അത് മാത്രമാണ് എനിക്ക് ആഗ്രഹമുള്ളത്. OC വക്കച്ചൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. അദ്ദേഹം സ്വപ്നം കാണുന്ന ഒരു ഗ്രാമസ്വരാജ് എത്രയും വേഗം ഉണ്ടാകട്ടെ എന്ന് എല്ലാവിധ ആശംസകളും. ഒപ്പം ബിസിനസ് മോഡ് ഇത്രയും നേരം സഹകരിച്ചതിന് പ്രത്യേകം നന്ദി. താങ്ക് യു.